കേരളത്തിലെ കരുത്തുറ്റ സ്ഥാനാർത്ഥികൾ ഇന്നറിയാം. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിന്നിട്ട് BJP സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെ പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല. എന്തായാലും അത് ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ. ലിസ്റ്റിലെ ട്വിസ്റ്റ് എന്തെന്ന് അറിയാം. കേരളത്തിലെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് കേന്ദ്ര നേതൃത്വം അംഗീകാരം നൽകി കഴിഞ്ഞു. രാത്രി 1 മണിയോടെയാണ് സംസ്ഥാന നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പട്ടിക തയ്യാറാക്കിയത്. ഇന്ന് വൈകിട്ടോ നാളെയോ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചില സ്ഥാനാർത്ഥികളുടെ സമ്മതം കൂടി വാങ്ങേണ്ടതുണ്ടെന്ന് യോഗത്തിന് ശേഷം BJP നേതാവ് PK കൃഷ്ണദാസ് പറയുന്നു. മറ്റു ചില സംസ്ഥാനങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ ഇന്നും തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്. ഇത് പൂർത്തിയായ ശേഷം ഒരുമിച്ച് പ്രഖ്യാപിക്കാനാണ് തീരുമാനം. സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ പട്ടികയിൽ ചില മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ഉൾപ്പെടെയുള്ള സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച് പ്രതികരിക്കാൻ നേതാക്കൾ ഇതുവരെയും തയ്യാറായിട്ടില്ലെന്നും ശ്രദ്ധേയമാണ്. പത്തനംതിട്ട, തൃശൂർ സീറ്റുകളെ ചൊല്ലിയുള്ള തർക്കങ്ങളിലുടക്കി BJP സ്ഥാനാർത്ഥി പട്ടിക ഇത്തവണയും ഏറ്റവും ഒടുവിലാണ് എത്തുന്നത്. ഇഷ്ടപ്പെട്ട മണ്ഡലങ്ങളില്ലെങ്കിൽ മത്സരിക്കില്ലെന്ന് കൂടുതൽ നേതാക്കൾ നിലപാട് കടുപ്പിച്ചതോടെയാണ് BJPയിൽ ആശയക്കുഴപ്പങ്ങളും രൂക്ഷമായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ മത്സരിക്കുമെന്ന കാര്യത്തിൽ ആദ്യമേ തീരുമാനവും വന്നിരുന്നു. സാധ്യതാ പട്ടിക BJPയുടേത് ഇങ്ങനെയാണ്. തിരുവനന്തപുരത്ത് കുമ്മനം തന്നെയാണ്, അതിൽ തർക്കങ്ങളില്ല. പത്തനംതിട്ട PS ശ്രീധരൻപിള്ളയാണ് ഏറെ തർക്കങ്ങൾ നിൽക്കുന്ന മണ്ഡലം. എറണാകുളം കോൺഗ്രസിൽ നിന്ന് വന്ന ടോം വടക്കൻ, ആലപ്പുഴ KS രാധാകൃഷ്ണൻ, ചാലക്കുടി AN രാധാകൃഷ്ണൻ, പാലക്കാട് കൃഷ്ണകുമാർ, കോഴിക്കോട് പ്രകാശ് ബാബു, മലപ്പുറം ഉണ്ണികൃഷ്ണൻ, പൊന്നാനി VT രമ, വടകര സജീവൻ, കാസർഗോഡ് പ്രകാശ് ബാബു. തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളിയാണ് മത്സര രംഗത്തുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ BJP സ്ഥാനാർത്ഥി O രാജഗോപാലാണ്. രണ്ടാമത്തെയാൾ K സുരേന്ദ്രനും, മൂന്നാമത്തേത് MD രമേശും, നാലാമത്തേതാകട്ടെ ശോഭ സുരേന്ദ്രനും. അങ്ങനെ 4 BJP നേതാക്കൾക്കാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിന് മേൽ വോട്ട് കിട്ടിയത്. എന്തായാലും ശോഭ സുരേന്ദ്രനും K സുരേന്ദ്രനുമൊക്കെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ ചോദിച്ചിട്ട് BJPക്കാർക്ക് ഒരു കുലുക്കവുമില്ല. ഏറ്റവും കൂടുതൽ ജനസമ്മതനായ നേതാവാണ് ഇപ്പോൾ K സുരേന്ദ്രൻ. തൃശൂർ അല്ലെങ്കിൽ പത്തനംതിട്ട, ഇതായിരുന്നു BJPക്ക് മുന്നിൽ സുരേന്ദ്രൻ വച്ച നിബന്ധന. രണ്ടും അംഗീകരിച്ചില്ല. എന്തായാലും ഒടുവിൽ ആറ്റിങ്ങലാണ് സുരേന്ദ്രന്റെ സ്ഥാനം എന്നുള്ള അഭ്യൂഹങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇന്നോ നാളെയോ ആ ലിസ്റ്റ് പുറത്തു വരും. അതിലറിയാം എന്തൊക്കെ ട്വിസ്റ്റുകളാണ് BJP ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് ഏതൊക്കെയോ നേതാക്കൾ BJPയിലേക്ക് വരുന്നുണ്ട്, മുതിർന്ന നേതാക്കൾ. അവരെയൊക്കെ ഉൾപ്പെടുത്താനാണ് ലിസ്റ്റ് ഇത്രയും വൈകിപ്പിക്കുന്നതെന്നുള്ള സൂചനയും നിലനിൽക്കുന്നു. എന്തായാലും ആ കാത്തിരിപ്പിന് വിരാമമിടാൻ ഇനി ഒരു ദിവസം കൂടി കാത്തിരിക്കണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.